Praise the Lord. Praise the Lord. Hallelujah. Hallelujah. Welcome to yet another DTP. ഇന്ന് നമ്മൾ പ്രൈസ് ആൻഡ് വർഷിപ്പിന് പോകുന്ന മുമ്പ് ബെനഡിക്ട് പാപ്പ ഒരു കാര്യം പറഞ്ഞൊന്ന് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ബെനഡിക്ട് 16 ഇങ്ങനെയാണ് പറയുന്നത്: This world offers you comfort, but you were not made for comfort. You were made for greatness. We were made for greatness. നമ്മളൊക്കെ വലിയ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ്. We were called to be saints എന്നൊക്കെ പറയാം. ബിക്കോസ് നമ്മളൊക്കെ ഈശോയുടെ മക്കളാണ്. ഇപ്പോൾ ഈ ഒരു നോമ്പ് കാലത്തിൽ ചിലപ്പോൾ നമ്മൾ കഴിഞ്ഞ DTPയിലൊക്കെ കേട്ടായിരുന്നു അല്ലേ, നോമ്പ് കാലം എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്പൻ്റെ സ്നേഹത്തിലോട്ട് തിരിച്ചു പോകുന്നതല്ലേ. അപ്പോൾ ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളൊക്കെ ആ ഒരു സ്നേഹത്തിലോട്ടൊക്കെ തിരിച്ചു പോയത് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ നിങ്ങൾ പോയിട്ടില്ലെങ്കിലും ഇറ്റ്സ് നെവർ ടു ലേറ്റ്. കാരണം വേറൊന്നുമല്ല, ആദ്യം വരുന്നവനും അവസാനം വരുന്നവനും ഒരേ കൂലി കൊടുക്കുന്ന അപ്പനാണ് നമുക്കുള്ളത്. His love is so generous. Our Father is so generous. ഇങ്ങനെ പറയുന്നുണ്ട് Isaiah 40:31. For those who hope in the Lord will renew their strength. They will soar on wings like eagles. They will walk and not be faint. They will run and not grow weary. ഈ ഒരു വേഴ്സ് പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് നമ്മൾ പഴയ നിയമാർത്ഥന പുസ്തകത്തിൽ ഗിദയോൻ എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ്. നമ്മളെ പോലത്തെ ഒരു യൂത്താണ്. അപ്പോൾ ഗിദയോൻ ഒരു ദിവസം കർത്താവിൻ്റെ ദൂതം വിളിക്കുക: ശക്തനും ധീരനുമായ മനുഷ്യ, കർത്താവ് നിന്നോട് കൂടെ. ഇത് കേട്ട ഗിദയോൻ അത്ര സുഖമൊന്നും തോന്നിയില്ലേ. എന്ത് പറഞ്ഞ ഒരു കളിയാക്കുന്ന പോലെയായിരുന്നു. ആളെ കളിയാക്കണം, ഇത്ര പാവം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് കളിയാക്കാവോ എന്നൊക്കെ പറഞ്ഞാൽ പുള്ളിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ തന്നെ ഗിദയോൻ ചോദ്യം ചെയ്യുക ദൈവത്തോട്, കർത്താവിൻ്റെ ദൂതരോട് ചോദ്യം ചെയ്യുക: കർത്താവ് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും പീഡകൾ അനുഭവിക്കുന്നത്? ഞാൻ കുറേ കേട്ടിട്ടൊക്കെ ഉണ്ട്, ഞങ്ങളുടെ പൂർവികരൊക്കെ ഈജിപ്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയ കഥകളൊക്കെ ഞാൻ കുറേ കേട്ടിട്ടൊക്കെ ഉണ്ട്. പക്ഷേ കർത്താവ് ഞങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയൊക്കെ അനുഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ മിദ്യാൻകാരുടെ അടിമകളായിട്ട് ജീവിക്കുന്നത്? അപ്പോൾ കർത്താവ് പറയാ, തിരിച്ച് ഗിദയോനോട് പറയാണ്: നീ ഒരു പണി ചെയ്യും, നീ ഇസ്രായേൽക്കാരെ നിന്റെ സർവ്വശക്തിയോടും കൂടെ രക്ഷപ്പെടുത്താൻ പറയാം. ഇത് കേട്ടപാടെ ഗിദയോൻ എല്ലാ ഗ്യാസും പോയി. നമ്മുടെയൊക്കെ ഒരു അവസ്ഥയല്ലേ, നമ്മൾ ആദ്യമൊക്കെ ഭയങ്കര വലിയ ഡയലോഗൊക്കെ അടിക്കും, അവസാനമൊക്കെ ആകുമ്പോൾ ഒരു കാര്യം പറയുമ്പോൾ നമ്മുടെ എല്ലാ ഗ്യാസും പോകും അല്ലേ. പക്ഷേ കർത്താവ് ഗിദയോനെ ഏൽപ്പിച്ചൊരു വലിയ കാര്യമുണ്ട്. അങ്ങനെ കർത്താവ് ഗിദയോനെ കൊണ്ട് ഇസ്രായേൽക്കാരെ മൊത്തം രക്ഷപ്പെടുത്തുക മിദ്യാന്മാരുടെ കയ്യിൽ നിന്ന്. അപ്പോൾ അതേപോലെ നമ്മളും വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാൻ വിളിക്കപ്പെട്ടവരാണ്. ഇപ്പോൾ നമ്മുടെ കുറവിലാണ് ഈശോയുടെ ശക്തി പ്രകടമാകുന്നത്. 2 Corinthians 12 പറയുന്നുണ്ട്: For His grace is sufficient for us, for it is made perfect in our weakness. അപ്പോൾ ഈ ഒരു പാട്ട് പാടുമ്പോൾ let's praise and glorify our Lord because He came from heaven to earth for you, because you are His precious children. So let's praise and thank Him and adore Him. Come on. കൈലടിക്കാവോ? Lord, I love to sing your praises. Sing your praise.
came to save us. You came from heaven. You came from heaven to earth to show the way from the earth to the cross. My debts to pay, from the cross to the grave, from the grave to the sky. Lord, I lift your name on high. You came from heaven to earth to show He's the way, He's the truth and the life. To the cross, our debts are paid at the cross. To pay, from the cross to the grave, from the grave to the sky. Lord, I lift your name on high. Let's do it again. Hallelujah. We bless your name. Thank you, Lord. Thank you for your love. Thank you for your mercy, Lord. Thank you, Jesus. Thank you, ഈ ദൈവരാജ്യത്തിൽ ഒരു പ്രിൻസിപ്പിൾ ഉണ്ട്. വേറൊന്നുമല്ല, നിങ്ങൾ കൊടുക്കുമ്പോഴാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. നിങ്ങൾ നഷ്ടപ്പെടുത്തുമ്പോഴാണ് നിങ്ങൾക്ക് നേടുന്നത്. യോഹന്നാൻ 12:24 ഇങ്ങനെ പറയുന്നുണ്ട്, ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടി ഇരിക്കും. പക്ഷെ അത് നിലത്ത് വീണ് അഴിയുന്നെങ്കിലോ അത് വളരെ ഫലം പുറപ്പെടുവിക്കും. നമ്മളൊക്കെ ആ നിലത്ത് വീണ് അഴുകേണ്ടവരാണ്. എന്ന് വെച്ചാൽ നമ്മൾ ആവശ്യമില്ലാണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യണമെന്നല്ല പറയുന്നത്, നമ്മൾ ഇല്ലാണ്ടാവണമെന്നല്ല ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇങ്ങനെ പറയുന്നുണ്ട്, നിങ്ങൾ എൻ്റെ സ്നേഹത്തെ പ്രതി, എൻ്റെ സുവിശേഷത്തെ പ്രതി, ഈശോ പറയാ, എന്ത് നഷ്ടപ്പെടുത്തിയാലും നിങ്ങൾക്കത് 100 മടങ്ങായിട്ട് തിരിച്ചു കിട്ടും. മദർ തെരേസ ഇങ്ങനെ പറയുന്നുണ്ട്, God doesn't want us to be successful, but He wants us to be faithful. നമ്മൾ ഫെയ്ത്ത്ഫുൾ ആയിരിക്കുമ്പോൾ സക്സസ് പുറകെ വന്നോളും. സോ നമുക്ക് ഈശോയുടെ സന്നിധിയിൽ കുറച്ച് നേരം ആയിരിക്കാം. കുറച്ച് നേരം നമ്മുടെ ബുദ്ധികൾ, നമ്മുടെ കുറവുകൾ എല്ലാം ഈശോയ്ക്കൊന്ന് സമർപ്പിക്കാം. നമ്മുടെ കുറവിലാണ് ഈശോയുടെ ശക്തി പ്രകടമാകുന്നത്. നമ്മുടെ ബുദ്ധിയുടെ കുറേ തലങ്ങളുണ്ട്. പലപ്പോഴും ഗിദെയോൻ്റെ പോലെയാണ്, നമുക്ക് സംശയമാവും, അങ്ങനെയൊക്കെയാണോ ഗിദെയോനൊക്കെ പോലെ, ലൈക്ക് അതെങ്ങനെ ശരിയാവണേ, അതെങ്ങനെ നടക്കും, നമ്മുടെ ബുദ്ധിയിലൊക്കെ ആശ്രയിക്കും അല്ലേ. Because He came from heaven for you and His grace is sufficient for you. ഇങ്ങനെ പറയുന്നുണ്ട്, അവൻ നമ്മുടെ ബലഹീനതകൾ ഏറ്റെടുക്കുകയും രോഗങ്ങൾ വഹിക്കുകയും ചെയ്യും. That is His mercy. ആ ഒരു കരുണയിൽ നമുക്കൊന്ന് ആശ്രയിച്ചൊന്ന് സ്തുതിക്കാം. Hallelujah. Thank you Jesus. Praise you Lord. Thank you Lord. You came for me. You took our shame. You took our pain.
സ്റ്റേറ്റ്മെന്റ്, ഞാൻ വന്നത് നിനക്ക് ജീവനേകാനും സമൃദ്ധമായി ഉണ്ടാക്കാനുമാണ്. He came to give you life. Amen. You gave me life beyond the grave. My deepest shame was cast away, and you sing a song that covers me. It's your mercy. Let's sing it from our hearts. Your mercy. Your mercy. Your mercy. I stand before my King and bow my heart to sing. You save me and you raise me. You died so I could live. No greater love than this. Your mercy. Your mercy. Thank you for your mercy, Jesus. You died for me. Thank you, Lord. You took away our sins, our pain. You died for us at the cross. Thank you for your love. No greater love than this. Your mercy. Your mercy. നമുക്ക് ഈശോയുടെ സന്നിധിയിലായിരിക്കാം. ഈശോയുടെ കരുണയിലൊന്ന് ആശ്രയിക്കാം. Let His mercy lead us to repentance. ഈ mercy എന്ന് പറയുന്നത് ഇറ്റ്സ് എ ടു സൈഡഡ് തിങ്. അത് റിസീവ് ചെയ്യാൻ ആരും ഇല്ലെങ്കിൽ mercy കംപ്ലീറ്റ് ആകില്ല. ഈശോ 2000 വർഷം മുമ്പ് നമുക്ക് വേണ്ടി മരിച്ചു അല്ലേ? പക്ഷെ അത് ആ ഈശോ ചെയ്ത ആ ഒരു പ്രൈസിന് ഒരർത്ഥമില്ലാണ്ടായി പോകും നമ്മളത് റിസീവ് ചെയ്തില്ലെങ്കിൽ. ലോകത്തിന് ഈശോയുടെ സ്നേഹമൊന്നും വേണ്ട. പക്ഷെ ആ തിരസ്കരിക്കപ്പെടുന്ന ആ സ്നേഹത്തെ നമുക്കൊന്ന് ഈശോയോട് പറയാം. ഈശോയെ, ഫ്ലോ ടു അവർ ഹാർട്ട്സ് ലോർഡ്. നമ്മൾ തന്നെ ഒന്ന് ഇമാജിൻ ചെയ്യാം, നമ്മുടെ ഒരു ഫേവറേറ്റ് പേഴ്സന് വേണ്ടിയിട്ട് നമ്മുടെ എല്ലാം കൊടുത്ത ഒരു ഗിഫ്റ്റ് നമ്മൾ വാങ്ങി. എന്നിട്ട് നമ്മൾ ആ ഒരു ഫേവറേറ്റ് പേഴ്സന് കൊടുക്കുമ്പോഴും ആ പേഴ്സണിന് റിയാക്ഷൻ ഒന്ന് ആലോചിച്ച് നോക്കിയേ. എനിക്കിതിനോട് ആവശ്യമില്ല, എനിക്കിതിൻ്റെ ആവശ്യമില്ല, എനിക്കിത് വേണ്ട എന്ന് പറയുമ്പോൾ എന്തൊരു പെയിൻഫുൾ ആയിരിക്കും അല്ലേ? അതുപോലെ തന്നെയാണ് ഈശോ 2000 വർഷം മുമ്പ് നമുക്ക് വേണ്ടി മരിച്ചു. പക്ഷെ നമ്മൾ ആ കരുണ റിസീവ് ചെയ്തില്ലെങ്കിൽ ഈശോ ആ 2000 വർഷം മുമ്പ് മരിച്ചതിൽ ഒരു അർത്ഥമില്ലാണ്ടായി പോകും. ഈ ഒരു നിമിഷം നമ്മുടെ ഹൃദയം ഈശോയ്ക്ക് കൊടുക്കുക. He knows our pain, our sorrows. നിങ്ങളുടെ പ്രശ്നങ്ങൾ, നിങ്ങളുടെ ബലഹീനതകൾ എല്ലാം ഈശോയ്ക്ക് അറിയാം. Because He knew you before you were formed in your mother's womb. നിങ്ങൾ ഓരോരുത്തരും ഈശോയ്ക്ക് വിലപ്പെട്ടവരാണ്, ബഹുമാനീയരാണ്. ഈ ഒരു നിമിഷം നമ്മൾ 2 കൈകളൊന്ന് ഉയർത്താം, ഒന്ന് സ്തുതിക്കാം ഈശോനെ. ഹല്ലേലൂയ. ആ കരുണ ഒന്ന് ഒഴുക്കാൻ നമുക്ക് അന്ന് ആഗ്രഹിക്കാം. ഈശോയെ, എൻ്റെ ഹൃദയത്തിലൂടെ ഒഴിച്ചു ഈശോ ആ കരുണ. We bless your name, Jesus. Oh, thank you, Lord. Let your mercy flow. Let your kindness flow into our hearts. Let your kindness flow. Thank you, Lord, for your mercy. By your stripes, you are healed. Oh, thank you, Lord, for your mercy. Oh, thank you, Lord, for your love. Let His kindness flow in our hearts. Lord, let your kindness lead us to repentance. Lord, let your kindness lead us to repentance. ചോദിക്കുന്ന ഏവനും ലഭിക്കും. നമുക്ക് ചോദിക്കാം ഈശോയുടെ കരുണ. Let your kindness lead us to repentance.
11:28 ഇങ്ങനെ പറയുന്നുണ്ട്, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങൾ ഓരോരുത്തരും എൻ്റെ അടുക്കൽ വരുവൻ, ഞാൻ നിങ്ങൾക്ക് ആശ്വാസം നൽകാം. നമ്മളൊക്കെ ഒരു ബിസി വേൾഡിലല്ലേ, ചിലപ്പോൾ നമുക്ക് ഈശോനെ പറ്റി ചിന്തിക്കാൻ പോലും നേരം ഉണ്ടാവില്ല. ഇഫ് യു ആർ ടയേർഡ് ബൈ യുവർ ബിസിനെസ്, ആ ഒരവസ്ഥയ്ക്ക് ഈശോയ്ക്ക് ഒന്ന് കൊടുക്കാം. He knows your heart, your needs, your wants, everything he knows. Receive his mercy from his hands. ഇങ്ങനെ പറയുന്നുണ്ട്, Blessed are the poor in spirit, for theirs is the kingdom of God. ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. ആ ഒരു ആശ്രയത്വത്തിലൊക്കെ നമുക്ക് വളരാം. നമ്മൾ ഈസ്റ്ററുകളോടൊക്കെ അടുക്കുകയാണല്ലേ, തിരിച്ച് ആ ഒരു സ്നേഹത്തിലോട്ടൊക്കെ നമുക്ക് തിരിച്ച് പോകാം. എത്ര തെറ്റ് ചെയ്താലും ഈശോയുടെ സ്നേഹത്തിലോട്ട് ഓടാൻ ഒരിക്കലും മടിക്കരുത് നമ്മൾ. ബിക്കോസ് ഹീ കെയർസ് ഫോർ യു, ബിക്കോസ് ഹീ ലവ്സ് യു. നമ്മൾ എത്ര തെറ്റ് ചെയ്താലും എത്ര മണ്ടത്തര ചെയ്താലും ഹീ ഫൊർഗിവ്സ്. ദാറ്റ് ഈസ് ഗോഡ്സ് മേഴ്സി. ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ദൈവത്തിൻ്റെ കരുണയെ തോപ്പിക്കാൻ ഒരു തിന്മയ്ക്കും സാധിക്കില്ല. ദാറ്റ് ഈസ് ഹിസ് മേഴ്സി. ഒരു നിമിഷം ആ കരുണയിലൊന്ന് ആശ്രയിച്ചൊന്ന് സ്തുതിക്കാം. Hallelujah. Thank you, Jesus. We worship you. We adore you, God. Thank you for your mercy, Jesus. Let's worship him. വണങ്ങുന്നു ഞാൻ പ്രിയനേ.
മത്തായി 33 ഇങ്ങനെ പറയുന്നുണ്ട്, സീക്ക് ഫസ്റ്റ് ദ കിങ്ഡം ഓഫ് ഗോഡ് ആൻഡ് ഇറ്റ്സ് റൈച്ചസ്നെസ് ആൻഡ് എവറിത്തിങ് ഷാൽ ബി ആഡഡ് ഓൺ ടു യു. ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുവാൻ, ബാക്കി സകലതും കൂട്ടിച്ചേർക്കപ്പെട്ടോളും. മദർ തെരേസ പറയുന്ന പോലെ, God doesn't want us to be successful, but He wants us to be faithful. ആ ഫെയ്ത്ത്ഫുൾനെസ്സിലോട്ടൊക്കെ നമുക്ക് വളരാം. അതിന് ഈശോയുടെ കൃപ വേണം. ചിലപ്പോൾ ലോകത്തിന് അത് മണ്ടത്തരമായിട്ടൊക്കെ തോന്നും. പക്ഷേ ഈശോ പറയുന്ന പോലെ, നിങ്ങൾ എന്നെ പ്രതി എന്ത് വിട്ടാലും നിങ്ങൾക്കത് 100 മടങ്ങായിട്ട് തിരിച്ചു കിട്ടും. ദാറ്റ് ഈസ് ഹിസ് വേർഡ്. അതിനോർത്ത് നന്ദി പറയാം. God bless you all. Amen. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ട യുവജനങ്ങളെ, നമ്മളിന്ന് നമ്മുടെ ഡിസൈപ്പിൾഷിപ്പ് ട്രെയിനിങ് പ്രോഗ്രാമിൽ നമ്മളിന്ന് എടുക്കാൻ പോകുന്ന ഒരു ടോപ്പിക് സക്സസ് വേഴ്സസ് ഫ്രൂട്ട്ഫുൾനെസ് ആണ്. നമ്മളിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ ഫ്രൂട്ട്ഫുൾ ആകുക എന്നുള്ളതാണ്. ലോകം നമ്മളോട് പറയുന്നു നിൻ്റെ ലൈഫ് സക്സസ്ഫുൾ ആകണം എന്ന് പറയും. ഇങ്ങനെ 2 വാക്കുകളെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ 2ൻ്റെ അർത്ഥം നമ്മളൊന്ന് മനസ്സിലാക്കണം. നമ്മൾ മനസ്സിലാക്കും. അങ്ങനെ പറയുമ്പോൾ ഒരു ചോദ്യം ഉണ്ടാകാം, നമ്മുടെ ലൈഫ് സക്സസ്ഫുൾ ആകണം. നമ്മുടെ ലൈഫ് സക്സസ്ഫുൾ ആയിക്കോളും എപ്പോഴാണ്? വെൻ വി ബിക്കം ഫ്രൂട്ട്ഫുൾ. അല്ലെങ്കിൽ വിശുദ്ധ മദർ തെരേസ നമ്മളെ പഠിപ്പിച്ച, ഈ ലോകം കണ്ട ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള, ഈ നൂറ്റാണ്ടിലെ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ത്രീയാണ് വിശുദ്ധ മദർ തെരേസ. പക്ഷേ ആ മദർ തെരേസയുടെ വാക്കുകൾ വളരെ പ്രസക്തമാണ്. God doesn't want you to be successful, but God wants you to be faithful. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സക്സസ്സിന് വേണ്ടി ജീവിക്കാൻ വിളിക്കപ്പെട്ടവരല്ല. നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് വളരെ വളരെ പ്രധാനമാണ്. നമ്മുടെ ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത് ദൈവീകരാകുക എന്നുള്ളത്. ഹോളിനെസ് ഈസ് അവർ കോൾ, നോട്ട് പ്രൊഡക്ടിവിറ്റി. അപ്പം ഇന്ന് ലോകം നമ്മൾ അനേകം മക്കൾ, യുവജനങ്ങൾ ഇങ്ങനെ ഓടുകയാണ്. അവരിങ്ങനെ നമ്മുടെ വിദ്യാഭ്യാസവും നമ്മുടെ തൊഴിലും നമ്മുടെ കുടുംബജീവിതമൊക്കെ നമ്മളിതെല്ലാം ചെയ്യുന്നത് എന്തിനാ വെച്ചാൽ ഈ ലോകത്തിൽ എന്തൊക്കെയോ നേടുവാൻ വേണ്ടി, ഈ ലോകത്തിൽ എന്തൊക്കെയോ ആയിരിക്കുവാൻ വേണ്ടി, ഈ ലോകത്തിൽ ആരെയൊക്കെ പോലൊക്കെ ആകുവാൻ വേണ്ടി, ഈ ലോകത്തിൽ ആരെയൊക്കെ മുകളിൽ കയറിയിരിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഈ കിടന്ന് ഓടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഈ ലോകത്തിൽ സക്സസ്ഫുൾ ആകുവാൻ വേണ്ടി നമ്മൾ ദൈവത്തിൻ്റെ പുറകെ നടക്കും. അതാണ് ഈ ലോകത്തിലൊരു മഹാഭൂരിപക്ഷം ദൈവവിശ്വാസികൾ. അതൊരു വലിയ മണ്ടത്തരമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ലോക കാഴ്ചപ്പാടിൽ സക്സസ്ഫുൾ ആയിരിക്കുന്നവരാരും ദൈവത്തിൻ്റെ പുറകെ പോകുന്നില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. യു ടേക്ക് എനി ബില്യനേഴ്സ്, ഇന്ന് ലോകത്തിൻ്റെ കാഴ്ചപ്പാടിൽ സക്സസ്ഫുൾ ആയിട്ടിരിക്കുന്ന പറയുന്ന ആൾക്കാരും നോക്കിയാൽ അവരാരും ദൈവവിശ്വാസമുള്ളവരല്ല. അപ്പം നമ്മൾ ഇന്നൊരു വലിയ അബദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ ലോകത്തിലെ മറ്റു മനുഷ്യർ സക്സസ്ഫുൾ ആയിരിക്കുന്ന മനുഷ്യരെ പോലെ ആകുവാൻ വേണ്ടി നമ്മളിങ്ങനെ ദൈവത്തിൻ്റെ പുറകെ നടക്കണം. ദൈവം ഒരിക്കലും നമ്മളിൽ നിന്ന് സക്സസ് ആകുവാനല്ല ദൈവം നമ്മളെ സൃഷ്ടിച്ചത്. കാരണം നമ്മൾ ഈ ലോകത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരല്ല. വി ആർ നോട്ട് മെഷീൻസ് ടു വർക്ക് ഇൻ ദിസ് വേൾഡ് ആൻഡ് ടു ലിവ് ഇൻ ദിസ് വേൾഡ്. വി ഹാവ് എ സ്പിരിറ്റ് ഇൻ അസ്. നമ്മളിൽ ഒരു ആത്മാവുള്ള ആത്മീയരാണ് നമ്മൾ. കാരണം നമ്മൾ ഈ ലോകത്തിൽ നമ്മുടെ ജീവിതം അവസാനിക്കുന്നില്ല. നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം ഇറ്റേണിറ്റിയാണ്, സ്വർഗമാണ്, ദൈവത്തെ പ്രാപിക്കുക എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ലോകത്തിൻ്റെ കാര്യങ്ങളനുസരിച്ച് ജീവിക്കേണ്ടവരല്ല. എന്ന് വെച്ച് നമ്മൾ സക്സസ് ഒന്നും വേണം. സക്സസ് ദൈവം നമുക്ക് തരുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് വിശുദ്ധ മദർ തെരേസയുടെ കാര്യം. മദർ തെരേസ സക്സസ്സിന് വേണ്ടി ജീവിച്ചൊരു വ്യക്തിയല്ല. മദർ തെരേസ ദൈവം തന്ന കഴിവുകളും കൃപകളെല്ലാം ഈ ലോകത്തിൽ മനുഷ്യരുടെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിച്ചു. അങ്ങനെ ഷീ ബിക്കെയിം സക്സസ്ഫുൾ. അത് അതിൻ്റെ ഒരു പ്രൊഡക്റ്റായിട്ട് വന്നിരിക്കാം. പക്ഷേ അവർ എയിം ഈസ് നോട്ട് സക്സസ് അല്ല. അതുകൊണ്ട് ഈ ലോകം കണ്ട ഏറ്റവും വലിയ നോബൽ പ്രൈസ് പോലും മദർ തെരേസയ്ക്ക് ലഭിച്ചിരുന്നു. പക്ഷേ അതല്ല നമ്മുടെ ജീവിത ലക്ഷ്യം. സക്സസ് ദൈവം തരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ വിളി എന്താണ്, നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ് നമ്മൾ അറിയണം. ഇന്ന് ലോകം നമ്മളെ നോക്കി ഇങ്ങനെ പ്രഷറൈസ് ചെയ്യുകയാണ്. യു ഹാവ് ടു ബി പ്രൊഡക്റ്റീവ് ആൻഡ് സക്സസ്ഫുൾ. അപ്പോൾ ഇങ്ങനെ ലോകത്തിൻ്റെ കാഴ്ചപ്പാടിൽ നമുക്ക് പ്രൊഡക്ടിവിറ്റിയും സക്സസ്ഫുൾ അല്ലെങ്കിൽ നമ്മൾ എഫിഷ്യൻസിയും ഒന്നും ഇല്ലാതെ വരുമ്പോൾ ആൾക്കാർ നമ്മളൊക്കെ തോന്നലാണ്, എന്നെ ഒന്നിനും കൊള്ളില്ല, ഞാൻ ഈ ലോകത്തിന് ഫിറ്റല്ല, ഈ ലോകത്ത് എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് മനസ്സും അടുത്തിരിക്കുന്ന അനേകം മക്കളുണ്ട്.
അതുപോലെ തന്നെ വേറൊരു വശത്തൊരു കാര്യമാണ്, ഇന്ന് പ്രത്യേകിച്ച് നമ്മൾ ഈ കൊറോണയൊക്കെ വന്നിരുന്ന ആകെപ്പാടെ ഒരു വല്ലാത്തൊരു സിറ്റുവേഷനിലൂടെയാണ് ലോകം കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയൊക്കെ ഇരിക്കുന്ന മക്കളുണ്ട്. അപ്പോൾ കുറേ പേർക്ക് ഭയങ്കര ഡിപ്രഷൻ വരികയാണ്. കാരണം എന്താണ്? എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. കാരണം നമ്മളിങ്ങനെ എന്തൊക്കെയോ ചെയ്യുക, എന്തൊക്കെയോ നേടുക, എന്തൊക്കെയോ സമ്പാദിക്കുക, ഇതൊക്കെ വഴിയാണ് നമ്മുടെ ജീവിതം സക്സസ്ഫുൾ ആകുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതം സന്തോഷമാകുന്നതാണ് ലോകം നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ദൈവം നമ്മളോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നീ എന്തെങ്കിലും ചെയ്യുക, അല്ലെങ്കിൽ പ്രൊഡക്റ്റീവ് ആകുക, സക്സസ് ആകുക എന്നുള്ളതല്ല നിന്റെ വിളി. വളരെ പ്രസക്തമാണ്. ഓക്കെ, നമ്മുടെ വിളി ആയിരിക്കുക എന്നതാണ്. എന്തായിരിക്കുക? മത്തായി സുവിശേഷം 5:48 നമ്മൾ പറയുന്നുണ്ട്, എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കണം. ഈ പരിപൂർണത എന്താണെന്നുള്ളത് നമ്മൾ ലൂക്കാ സുവിശേഷം 6:36 നമ്മൾ കാണുന്നുണ്ട്. നിന്റെ സ്വർഗസ്ഥനായ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുക, സ്നേഹത്തിൽ പൂർണ്ണരായിരിക്കുക, സ്നേഹമായി മാറുക, ദൈവികമായി മാറുക, ദൈവങ്ങളായി മാറുക. ഇതാണ് നമ്മുടെ വിളി. ഓക്കെ, വളരെ പ്രസക്തമാണ്. ഒരു ക്രിസ്ത്യാനിയുടെ ഈ ലോകത്തിലെ വിളി എന്ന് പറയുന്നത് ക്രിസ്തുവിനെ പോലെ ആവുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഇറ്റ് ഈസ് നോട്ട് ഈ ലോകത്തിൽ എന്തെങ്കിലും സക്സസ്ഫുൾ ആകുക എന്നുള്ളതല്ല നമ്മുടെ വിളി. അപ്പം അതുകൊണ്ട് നമ്മുടെ ആത്യന്തികമായ ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾ നടക്കുമ്പോൾ നമ്മുടെ ജീവിതം സക്സസ്ഫുൾ ആയിക്കോളും. അതൊരു വേസ്റ്റ് ആയിട്ട് ഒരിക്കലും പോകത്തില്ല. പക്ഷേ ലോകത്തിൻ്റെ കാഴ്ചപ്പാടിൽ ചിലപ്പോൾ നമ്മുടെ ലൈഫ് ഒരു സക്സസ് ആകണമെന്നില്ല, പക്ഷേ അത് ഫ്രൂട്ട്ഫുൾ ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, ഗോഡ് ഡസൻറ്റ് വാണ്ട് യു ടു ബി സക്സസ്ഫുൾ, ബട്ട് ഗോഡ് വാണ്ട്സ് യു ടു ബി ഫ്രൂട്ട്ഫുൾ. നമ്മളൊരു എക്സാമ്പിൾ എടുക്കുക. ലോകം കണ്ട ഏറ്റവും വലിയ സക്സസ്ഫുൾ ആയിട്ടുള്ള മനുഷ്യൻ ആരാണ് ലോക ചരിത്രത്തിൽ? ജീസസ് ഓഫ് നാസറത്ത്. യാതൊരു സംശയമില്ല. പക്ഷേ യേശുവിൻ്റെ 3 വർഷത്തെ പരസ്യ ജീവിതം, യേശുവിൻ്റെ ജീവിതത്തിൽ ആ പടം 3 വർഷമാണ് യേശുവിൻ്റെ ജീവിതം ആക്റ്റീവായിട്ട് ഈശോ പ്രവർത്തിക്കുന്നത്. ആ 3 വർഷത്തെ യേശുവിൻ്റെ പ്രവർത്തികൾ കണ്ടു കഴിഞ്ഞാൽ, യേശുവിൻ്റെ ജീവിതം കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം ഏറ്റവും വലിയൊരു ഫെയിലിയർ ആയിരുന്നു യേശുവിൻ്റെ ജീവിതം. ലോകത്തിൻ്റെ കാഴ്ചപ്പാട്, ഇറ്റ് വാസ് നോട്ട് എ സക്സസ്ഫുൾ ലൈഫ്. കാരണം 3 വർഷം യേശു ഈ ലോകത്തെല്ലാം പഠിപ്പിച്ച് ജീവിച്ചു. ആയിരങ്ങളെ യേശു അട്രാക്ട് ചെയ്ത് തന്നിലേക്ക് കുറേ കാര്യങ്ങൾ, ആൾക്കാരൊക്കെ കൂടെ ഉണ്ടായിരുന്നു. 12 ശിഷ്യന്മാരുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് യേശു കുരിശിൽ മരിക്കുമ്പോൾ, യേശു സ്വർഗാരോഹണം ചെയ്ത് പോകുമ്പോൾ എത്ര പേരുണ്ട് യേശുവിൻ്റെ കൂടെ? ജസ്റ്റ് 120 പീപ്പിൾ. അപ്പം യേശു 3 വർഷം ഈ യേശുവിൻ്റെ പ്രവർത്തനം, ദൈവരാജ്യവും കാര്യങ്ങളെല്ലാം പറഞ്ഞ് നടന്നിട്ട് ആകെ കൂടെ, അതായത് 3 വർഷത്തിന് ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് 1000 days. 1000 വർഷമാണ് യേശുവിൻ്റെ. ഏകദേശം നമ്മളൊരു 365 ദിവസം വെച്ച് എടുക്കഴിഞ്ഞാൽ ഏകദേശം 1100 ദിവസമാണ് യേശുവിൻ്റെ ജീവിതത്തിൻ്റെ ലൈഫ് എന്ന് പറയുന്നത്. ഈ 1100 ദിവസം ഈശോ വർക്ക് ചെയ്തിട്ട് അവസാനം എന്ത് കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈശോയ്ക്ക് ആ പടം 120 പേരെ യേശുവിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ഈ ലോകത്തിൻ്റെ ഒരു കാഴ്ചപ്പാടനുസരിച്ച് നോക്കിയാൽ ഇറ്റ് വാസ് എ ഫെയിലിയർ. ഹി വാസ് നോട്ട് എ സക്സസ്ഫുൾ മാൻ എന്ന് പറയും, ഹി വാസ് നോട്ട് എ സക്സസ്ഫുൾ ലീഡർ എന്ന് പറയും. പക്ഷേ നമ്മൾ പിന്നീട് കാണുന്നുണ്ട്, ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു മനുഷ്യൻ, ഒരു ലീഡറായി യേശു മാറ്റപ്പെടുന്നുണ്ട്. അപ്പം അത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. അപ്പം ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളിന്ന് എന്തൊക്കെയോ നേടുവാൻ വേണ്ടി, ആയിത്തീരുവാൻ വേണ്ടി ഇങ്ങനെ ഓടുകയാണ്. ഇന്ന് വലിയ ലോകം കാണുന്ന വലിയൊരു ഫെയിലിയറാണ്. ഇന്ന് ക്രിസ്ത്യാനികൾ, ദൈവത്തിൻ്റെ ഛായയിൽ സൃഷ്ടിച്ച ദൈവത്തിൻ്റെ സ്വന്തം ജനം എന്ന് പറയുന്നത്, ഇങ്ങനെ എന്തൊക്കെയോ നേടുവാൻ വേണ്ടി ഓടി 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 നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തലമുറയായി നമ്മൾ മാറുകയാണ്. ഇവിടെയാണ് പ്രിയ യുവജനങ്ങളെ നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം ലോകം നമ്മളോട് പറയുന്നത്, ഇന്ന് തൊട്ട് പറയുന്നല്ല, ആദ്യ മാതാപിതാക്കൾ ദൈവം സൃഷ്ടിച്ചു. ആദ്യത്തെ ഹവ്വയെ തൻ്റെ ഛായയിൽ ദൈവം സൃഷ്ടിച്ചു. തൻ്റെ മഹത്വത്തിലേക്ക് തൻ്റെ ദൈവീകതയിൽ പങ്കുകാരാകുവാൻ അവരെ സൃഷ്ടിച്ച് പർദീസയിലാക്കി. അവർക്ക് പർദീസയിൽ ചില ഉത്തരവാദിത്തങ്ങൾ കേൾപ്പിച്ചു കൊടുത്തു. അങ്ങനെ ഇരിക്കുമ്പോൾ സാത്താൻ വന്നിട്ട് പറയുകയാണ്, നിങ്ങളിങ്ങനെ പർദീസയിൽ ഇങ്ങനെ ഹല്ലേലൂയ പ്രൈസ് ലോർഡ് എന്ന് പറഞ്ഞ് നടന്നാൽ ശരിയാവില്ല. നിങ്ങളിതിന് പുറത്തു വരണം. നിങ്ങൾ ഈ പഴം കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സക്സസ്ഫുൾ ആവും. നിങ്ങളുടെ ജീവിതം ആസ്വാദികരും സമ്പൽ സമൃദ്ധവും അല്ലെങ്കിൽ സംതൃപ്തിയുള്ളതായി മാറണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പഴം കഴിക്കണമെന്ന് പിശാച് പറയാം. അപ്പം അവർ പറഞ്ഞൊരു വാക്യമുണ്ട്, നിങ്ങളുടെ ജീവിതം നേട്ടമാകുന്നത്, അനുഗ്രഹമാകുന്നത്, വിജയപ്രദമാകുന്നത് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ നേടുന്നത് വഴിയാണ്. ഇതാണ് ലോകത്തിൻ്റെ ഒരു കാഴ്ചപ്പാട്, മനസ്സിലാക്കണം. അപ്പോൾ സാത്താൻ, ലോകത്തിൻ്റെ അധിപൻ, നമ്മളോട് പറയാണ്, നമ്മുടെ ജീവിതം ധന്യമാകുന്നത്, നമ്മുടെ ജീവിതം വിജയപ്രദമാകുന്നത്, നമ്മുടെ ജീവിതം സക്സസ്ഫുൾ ആകുന്നത് നമ്മൾ എന്തൊക്കെയോ നേടുന്നത് വഴിയിട്ടാണെന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് നമ്മൾ ചെറുപ്പം മുതലേ എന്തൊക്കെയോ നേടാൻ വേണ്ടി ഇങ്ങനെ ഓടുകയാണ്. എന്താണ് ഈ ലോകത്തിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ നേടാൻ വേണ്ടി നമ്മൾ ഓടിക്കൊണ്ടിരിക്കുക. അതിന് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അതാണ് എല്ലാവരും പ്രാർത്ഥന.
ഇന്ന് നിങ്ങളത് നോക്കിയാൽ മനസ്സിലാകും. ഇപ്പോൾ നിങ്ങൾ പഠിക്കുന്ന മക്കളുണ്ട്, അല്ലെങ്കിൽ ചെറിയ ജോലി ചെയ്ത് തുടങ്ങുന്ന മക്കളൊക്കെ. ഇവിടെയൊക്കെ നമ്മൾ പ്രൊമോഷൻ കിട്ടണം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടണം, നല്ല ജോലി കിട്ടണം, ഇങ്ങനെ നമ്മൾ കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓടുകയാണ്, ഇങ്ങനെ ഓടിക്കണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ദൈവത്തിൻ്റെ പുറകെ നടക്കുക. നമ്മൾ ഈ ജോലി കിട്ടാൻ വേണ്ടി, നല്ല മാർക്ക് കിട്ടാൻ വേണ്ടി, പ്രൊമോഷൻ കിട്ടാൻ വേണ്ടി നമ്മൾ അധ്വാനിക്കേണ്ട. ദാറ്റ് ഈസ് നോട്ട് അവർ കോൾ. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമ്മളുടെ വിളി എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും നമ്മൾ സക്സസ്സിന് വേണ്ടിയിട്ടല്ല ചെയ്യേണ്ടത്. നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും നമ്മളെ വിശുദ്ധീകരിക്കുന്നതായിരിക്കണം. ഇതാണ് അതിൻ്റെ കീ വേർഡ് എന്ന് പറയുന്നത്. കാരണം വിശുദ്ധിയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം. എന്തുകൊണ്ടാണ്? കാരണം ഈ ലോകത്തിൽ നമുക്ക് കൂടി വന്നാൽ 70 വർഷം അല്ലെങ്കിൽ 80 വർഷം. അതാണ് നോർമലി ഒരു മനുഷ്യനുള്ള ആയുസ് എന്ന് പറയുന്നത്. അതായത് 27,000 ഡേയ്സ്. അതാണ് നമുക്ക് ഈ ലോകത്തിലുള്ളൂ. യേശു 1000 ദിവസമാണ്. യേശു ഏകദേശം 33 വയസ്സ് വരെ ജീവിച്ചു. അതിൽ 3 വർഷമാണ് യേശു ആക്ച്വലി ആക്റ്റീവായിട്ട് വർക്ക് ചെയ്തിരുന്നത്, മിഷൻ നടത്തിയത്. അപ്പോൾ നമുക്ക് ഏകദേശം 27,000 ദിവസങ്ങളാണ് ഈ ലോകത്തിലുള്ളത്. ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ നീ ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടില്ല, പിന്നെ ലോകത്തുള്ള ഏത് ബില്യനെയർ എടുത്ത്, ഏത് സക്സസ്ഫുൾ എന്ന് പറഞ്ഞാൽ, യു ഹാവ് ടു ലീവ് ദിസ് വേൾഡ് ആൻഡ് യു ഹാവ് ടു സ്റ്റാൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് ഗോഡ് ടു ഗിവ് ആൻ അക്കൗണ്ട് ഓഫ് യുവർ ലൈഫ്. ഇതിനെ നമ്മൾ അന്ത്യവിധി, ന്യായവിധി എന്നൊക്കെ പറയും. അപ്പോൾ ഒരു ദിവസം നമ്മൾ ഈ ചിരിയും കളിയും എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ ചെന്ന് ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മളെല്ലാവരും നിൽക്കേണ്ടി വരും. അതൊരു യാഥാർത്ഥ്യമാണ്. നമ്മളെല്ലാവരും മരിക്കും എന്നുള്ളത് പോലെ ഈ മരണശേഷം നമുക്കൊരു വിധിയുണ്ട്. ഇതിനെക്കുറിച്ച് ലോകം നമ്മളെ പഠിപ്പിക്കുന്നില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ ഈ ലോകത്തിൽ അടിച്ചു പൊളിച്ച് ജീവിക്കുക, അത്രേ നമ്മൾ അല്ല. നമ്മൾ അടിച്ചു പൊളിച്ച് ജീവിക്കേണ്ടത്. കാരണം വി ആർ നോട്ട് മെഷീൻസ്, വി ആർ സ്പിരിച്വൽ ബീയിങ്സ് ക്രിയേറ്റഡ് ഇൻ ദ ഇമേജ് ഓഫ് ക്രൈസ്റ്റ്. അപ്പം ദൈവത്തിന് ഛായയിൽ സൃഷ്ടിക്കപ്പെട്ട ആത്മീയ മനുഷ്യരാണ് നമ്മൾ. കാരണം നമ്മൾ മരിക്കുന്നില്ല, നമ്മൾ ഒരിക്കലും മരിക്കുന്നില്ല. നിന്റെ ആത്മാവ് ഒരിക്കലും മരിക്കുന്നില്ല. അപ്പം നിന്റെ യഥാർത്ഥ സത്ത എന്ന് പറയുന്നത് നിന്റെ ആത്മീയ മനുഷ്യനാണ്, ക്രിയേറ്റഡ് ഇൻ ദ ഇമേജ് ഓഫ് ക്രൈസ്റ്റ്, ഇമേജ് ഓഫ് ഗാഡ്. അപ്പോൾ ഈ ആത്മാവായ മനുഷ്യൻ ഈ ലോക ജീവിതത്തിൽ നമുക്ക് ചില ദൗത്യങ്ങൾ, ഉത്തരവാദിത്തങ്ങൾ ദൈവം, അതിനാണ് നമുക്കൊരു ശരീരം ദൈവം തന്നിരിക്കുന്നത്. അപ്പോൾ ഈ ശരീരം എന്ന് പറയുന്നത് നമുക്ക് ഈ ലോകത്തിൽ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തം നിർവഹിക്കാൻ വേണ്ടിയിട്ടുള്ള ചില കാര്യം. കാരണം എനിക്ക് കണ്ണ് വേണം, കൈ വേണം, കാല് വേണം, ബുദ്ധി വേണം. ഇതൊക്കെ ഉണ്ടെങ്കിൽ ഈ ആത്മീയ മനുഷ്യനായ എനിക്ക് ഈ ലോകത്തിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ലോകത്തിലെ എന്നെ ഏൽപ്പിച്ച ദൗത്യം പൂർത്തീകരിച്ച് കഴിയുമ്പോൾ ഈ ശരീരം വിട്ട് ഞാൻ സ്വർഗത്തിലേക്ക് പോകും. ഇതാണ് നമ്മളുടെ ജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആത്മീയ മനുഷ്യൻ നാളെ ദൈവത്തിന് മുമ്പിൽ ചെന്ന് നിൽക്കും. അവിടെ നിൽക്കുമ്പോൾ ദൈവം നമ്മളോട് ചോദിക്കുന്നത് നിന്റെ പ്രൊഡക്ടിവിറ്റി, നിന്റെ സക്സസ്സും നിന്റെ ഈ ലോകത്തിലെ നേട്ടങ്ങളൊന്നും അല്ല ദൈവം ചോദിക്കാം. ദൈവം നമ്മളെ വിധിക്കാൻ പോകുന്നത് നീ എത്രത്തോളം ദൈവീകനായി മാറിയിട്ടുണ്ട്, നിന്നിലുള്ള ക്രിസ്തുത്വം, നീ എത്രത്തോളം ക്രിസ്തുവിന് അനുരൂപനായി ദൈവത്തിൻ്റെ സാദൃശ്യത്തിലായി തീരണം. ഇതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം. വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് കേട്ടോ. We are created in the image of Christ and the image of God, and we are called to be like our Heavenly Father, into His likeness. ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ, ദൈവത്തിൻ്റെ ഛായയിൽ സൃഷ്ടിച്ച് ദൈവത്തിൻ്റെ സാദൃശ്യത്തിലായി തീരുവാൻ വേണ്ടി നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ വിളി എന്ന് മനസ്സിലാക്കണം. അപ്പം നമ്മൾ ഈ ലോകത്തിൽ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും എന്തു ചെയ്യുന്നതായിരിക്കണം? നമ്മളെ വിശുദ്ധീകരിക്കുന്നതായിരിക്കും. ബിക്കോസ് ടുമോറോ വി ആർ ഗോയിങ് ടു സ്റ്റാൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് ഗോഡ് ആൻഡ് ഗോഡ് ഈസ് ഗോയിങ് ടു ജഡ്ജ് യു നോട്ട് അക്കോർഡിംഗ് ടു യുവർ പ്രൊഡക്ടിവിറ്റി ആൻഡ് എഫിഷ്യൻസി ആൻഡ് യുവർ സക്സസ്. ഗോഡ് ഈസ് ഗോയിങ് ടു ജഡ്ജ് us അക്കോർഡിംഗ് ടു അവർ ഡിവിനിറ്റി. നമ്മളിലുള്ള ദൈവീകത അനുസരിച്ചാണ് നമ്മൾ ദൈവസന്നിധിയിൽ നമ്മൾ വിധിക്കപ്പെടുക. അപ്പം അതുകൊണ്ട് നമ്മുടെ ഈ ലോക ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് സക്സസ് അല്ല. നമ്മുടെ ഈ ലോകത്തിൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് വിശുദ്ധിയാണ്, അല്ലെങ്കിൽ വേറെ ചില ഫ്രൂട്ട്ഫുൾനെസ് എന്ന് പറയും. അപ്പോൾ ഈശോ നമ്മളെ വിളിച്ച് പറയുന്നുണ്ട്. എന്താ പറയാം? അപ്പോൾ ഫ്രൂട്ട്ഫുൾനെസ് ഞാൻ വരാം. അതിലേക്ക് വരുന്നതിനും ഈ വിശുദ്ധി എന്താണെന്ന് നമ്മൾ എങ്ങനെ നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുക, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ ഈ ലോകത്ത് ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും നമ്മൾ ദൈവത്തിൻ്റെ ഹിതപ്രകാരവും നമ്മുടെ ഇഷ്ടപ്രകാരം നമുക്ക് ചെയ്യാം, അല്ലെങ്കിൽ ലോകത്തിൻ്റെ ഇഷ്ടപ്രകാരം നമുക്ക് ചെയ്യാം. ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം നമ്മൾ ഈ ലോകത്തിലെ എല്ലാ പ്രവൃത്തികളും ചെയ്യുമ്പോൾ അത് നമ്മളെ വിശുദ്ധീകരിക്കും. അതാണ് അതിൻ്റെ സക്സസ്. നമ്മുടെ ഇഷ്ടപ്രകാരം നമ്മൾ ചെയ്യുമ്പോൾ അത് നമ്മളെ നാശത്തിലേക്ക്, ആത്മനാശത്തിലേക്ക് നയിക്കും. ലോകത്തിൻ്റെ മേഖലയിൽ ചിലപ്പോൾ നമുക്ക് സക്സസ് ഉണ്ടാകാം, പക്ഷേ നമ്മുടെ ആത്മാവ് നശിക്കുന്നു. ഇതാണ് രണ്ട് വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ പഠിക്കുകയാണ്.
നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ എല്ലാവരെയും ലക്ഷ്യം എന്താ? കുറേ മാർക്ക് മേടിക്കുക എന്നുള്ളതാണ് അല്ലേ? നമ്മൾ മാർക്ക് ഇന്നത്തെ വലിയൊരു സമൂഹം ഇങ്ങനെ വലിയ ഫസ്റ്റ് റാങ്ക് മേടിച്ച് 1600, ഞാനൊക്കെ ഇന്ന് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പഠിച്ച കോളേജിലൊക്കെ ചെന്നപ്പം അവിടെ ഏകദേശം 10-60 പിള്ളേരാണ് BCom പഠിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് BCom തന്നെ ഏകദേശം 1200 സ്റ്റുഡൻസാണ് പഠിക്കുന്നത് ആ കോളേജിൽ. അത്രമാത്രം മക്കൾ പഠിക്കും. അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു വാസ്റ്റ് മെജോറിറ്റി, ഐ വാസ് സർപ്രൈസ്ഡ്, ഒരു വാസ്റ്റ് മെജോറിറ്റി പിള്ളേർ 1600 മാർക്ക് മേടിച്ച് വരുന്ന പിള്ളേർ. ഇന്ന് നമ്മുടെ പിള്ളേർക്കെല്ലാം ഭയങ്കര മാർക്കുകളാണ്. അപ്പോൾ ഈ മാർക്കെല്ലാം മേടിച്ച് വന്ന് പിള്ളേർ 100% മാർക്ക്, 1200-ൽ 1200 അല്ല 1600-ൽ 1600 മാർക്സാണ് എല്ലാ പിള്ളേർക്കുള്ളത്. പക്ഷേ ഈ പിള്ളേർ ഇതെല്ലാം മാർക്കെല്ലാം മേടിച്ച് പുറത്ത് വന്നിട്ട് ഇവരെ കൊണ്ട് വല്ല ഗുണമുണ്ടാകും? ഈ പിള്ളേരെ എത്ര പേര് ലോകത്തിൽ ഒരു ഗുണമുള്ളവരായി, ലോകത്തിൽ ഒരു എഫക്റ്റീവായി, അല്ലെങ്കിൽ ലോകത്തിൽ ഒരു ബ്ലെസ്സിങ് ആയി മാറുന്നുണ്ട്? അവർക്ക് തന്നെ ഒരു ബ്ലെസ്സിങ് ആയി മാറുന്നുണ്ടോ? ഇല്ല. കാരണം എന്താണ്? ഒരു പ്രധാനപ്പെട്ട കാരണമാണ് അവരുടെ പഠനം അവരെ വിശുദ്ധീകരിക്കുന്നില്ല. കാരണം ഇവരെല്ലാം പഠിക്കണം എന്തിനു വേണ്ടി? സക്സസ്ഫുൾ ആകാനാണ്. എന്താ സക്സസ്? ഒരു വിദ്യാർത്ഥി സംബന്ധിച്ച് സക്സസ് എന്താ? മാർക്ക് മേടിക്കുക എന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ മാർക്ക് മേടിക്കല്ല. അപ്പം നമ്മുടെ ജീവിത ലക്ഷ്യം മാർക്ക് മേടിക്കലല്ല. നമ്മളെ പഠനം ദൈവം ആഗ്രഹിക്കുന്നത് പോലെ നമ്മൾ പഠിക്കണം. മാർക്ക് മേടിക്കുന്ന നമ്മൾ ഉത്തരവാദിത്തമല്ല. മാർക്ക് തരാൻ ദൈവം തരും. വിജയവും പരാജയവും ദൈവം തീരുമാനിക്കട്ടെ. നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തം പഠിക്കുക എന്നുള്ള ഉത്തരവാദിത്തം. പഠിത്തം മാത്രമല്ല ഒരു കുട്ടിയുടെ ഉത്തരവാദിത്തം. നിനക്ക് ദൈവത്തോട് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്, നിനക്ക് സഭയോട് ചില ഉത്തരവാദിത്തമുണ്ട്, നിന്റെ സമൂഹത്തോട് ചില ഉത്തരവാദിത്തമുണ്ട്, നിന്റെ കുടുംബത്തോട് ഉത്തരവാദിത്തമുണ്ട്. ഈ ഉത്തരവാദിത്തങ്ങളെല്ലാം നമ്മൾ നിർവഹിക്കപ്പെടാൻ വിളിക്കപ്പെട്ടിരിക്കും. അല്ല വെറുതെ ഇരുന്ന് പഠിച്ച് മാർക്ക് മേടിക്കലല്ല നമ്മുടെ ഉത്തരം. സഹജീവികളോട് നമുക്ക്, നമ്മുടെ കൂട്ടുകാരോട് നമ്മൾ ചില ഉത്തരവാദിത്തങ്ങൾ, സ്കൂളിനോട് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്, സമൂഹത്തോട് ഉത്തരവാദിത്തം. അപ്പം ഇങ്ങനെ എല്ലാ ഉത്തരവാദിത്തങ്ങളും നമ്മൾ ദൈവം ആഗ്രഹിക്കുന്ന പോലെ നിർവഹിച്ച് നമ്മൾ വരുമ്പോഴാണ് നമ്മളെ പഠനം നമ്മളെ വിശുദ്ധീകരിക്കുക. ഇതാണ് നമ്മുടെ ഒരു ഹോൾ ബീയിങ് നമ്മൾ ഡെവലപ്ഡ് ആണ്. ഇന്ന് പലപ്പോഴും പല കുട്ടികൾക്ക് പറ്റുന്ന നമ്മൾ ഈ സക്സസ് മാത്രം ഓർത്ത് പഠിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടെന്ന് വെച്ചാൽ നല്ല മാർക്ക് കിട്ടുന്നുണ്ട്. മാർക്ക് കൊണ്ട് മാത്രം ഇന്ന് ആരും എവിടെ എത്തുന്നില്ല പ്രിയമുള്ളവരെ. നമുക്ക് അടിസ്ഥാനപരമായ 3 ഘടകങ്ങളുണ്ട്: IQ, EQ ആൻഡ് SQ. ഇന്ന് ലോകം നയിക്കപ്പെടുന്നത് SQൻ്റെ ബേസിസിലാണ്. ഒരു 40 വർഷം മുമ്പ് ലോകം നയിക്കപ്പെടുന്നത് IQ ബേസിസിലാണ്. നമ്മളിപ്പോഴും തന്നെയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ IQ എന്ന് പറയുന്ന ഇൻ്റലിജൻറ്റ് കോഷ്യൻ്റ്. അപ്പം നമ്മുടെ ബുദ്ധിയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന മാർക്ക് കാര്യങ്ങളൊക്കെ അനുസരിച്ചാണ് പണ്ട് കാലത്ത് ആൾക്കാർക്ക് ജോലി എല്ലാം നൽകപ്പെട്ടത്. ഇന്ന് മാർക്കിൻ്റെ അടിസ്ഥാനത്തിലല്ല നമുക്ക് ജോലിയും കാര്യങ്ങളും നമ്മുടെ ജീവിതം ഉയർത്തപ്പെടുന്നത്. അതിനടിസ്ഥാനം എന്താണ്? ഇന്ന് വേറെ 2 ഘടകങ്ങൾ. ഒന്ന് EQ ആൻഡ് SQ. EQ എന്താണ്? ഇമോഷണൽ കോഷ്യൻ്റ്, യുവർ പേഴ്സണാലിറ്റി. അപ്പോൾ വിദ്യാഭ്യാസം എന്ന് പറയുന്ന വിദ്യാഭ്യാസം ദൈവം ആഗ്രഹിക്കുന്നത് പോലെ നമ്മൾ പഠിക്കണം. ദൈവം ആഗ്രഹിക്കുന്നത് പോലെ, ആഗ്രഹിക്കുന്ന സമയത്ത്, ആഗ്രഹിക്കുന്ന ലക്ഷ്യത്തിന് വേണ്ടി നമ്മൾ പഠിക്കണം. ഈ ലോകത്ത് ജോലി നേടാൻ വേണ്ടി നമ്മൾ പഠിക്കരുത്. ഈ ലോകത്ത് സമ്പത്ത് നേടാൻ വേണ്ടി പഠിക്കരുത്. ഈ ലോകത്ത് എന്തെങ്കിലും ആയിത്തീരാൻ വേണ്ടി പഠിക്കരുത്. നമ്മളെ പഠനമെല്ലാം നമ്മൾ ദൈവത്തിങ്കലേക്ക് നമ്മൾ എത്തിക്കണം. അപ്പം നമ്മളിലുള്ള നമ്മൾ ദൈവികരായി മാറും. അത് മാറി വിശുദ്ധീകരിക്കുന്നതായിരിക്കണം. അത് വിശുദ്ധീകരിക്കണം. എന്ത് ചെയ്യണം? ഞാൻ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം ഞാൻ ദൈവഹിതപ്രകാരം ചെയ്യണം. ദൈവം ആഗ്രഹിക്കുന്ന സമയത്ത് ചെയ്യണം. ദൈവം ആഗ്രഹിക്കുന്ന ലക്ഷ്യത്തിന് വേണ്ടി. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ അത് നമ്മളെ വിശുദ്ധീകരിക്കും. അപ്പോൾ ഈ പഠനം നമ്മളെ വിശുദ്ധീകരിക്കുമ്പോൾ ഗുണം എന്താണ്? നമ്മളെല്ലാം ഇങ്ങനെ ഓരോ കോഴ്സിലൂടെ കടന്നു. അങ്ങനെ പഠിച്ച് ഒരു 10, 24, 25 വയസ്സാകുമ്പോഴത്തേക്കും നമ്മളിൽ നിങ്ങൾക്ക് കുറേ മാർക്കല്ല ഉണ്ടാകേണ്ടത്. യുവർ ഇൻ്റലിജൻസ്, യുവർ ഇമോഷണൽ കോഷ്യൻ്റ് ആൻഡ് യുവർ സ്പിരിച്വൽ കോഷ്യൻസ് വിൽ ബി ഡെവലപ്ഡ്. നമ്മുടെ 3 തലങ്ങൾ വളരണം. നമ്മുടെ ഫിസിക്കൽ മാൻ വളരണം, നമ്മുടെ ഇമോഷണൽ മാൻ വളരണം, നമ്മുടെ ഇൻ്റലക്ച്വൽ മാൻ വളരണം, നമ്മുടെ സ്പിരിച്വൽ മാൻ വളരണം. ഇതിനകത്ത് സ്പിരിച്വൽ മാനാണ് ഏറ്റവും പവർഫുൾ കാര്യം. ഇന്ന് ലോകം കണ്ടെത്തിയിരിക്കുന്നു മനുഷ്യൻ്റെ സ്പിരിച്വൽ കോഷ്യൻ്റാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുകൊണ്ടാണ് വലിയ മൾട്ടിനാഷണൽ കമ്പനീസ് എല്ലാം ഈ സ്പിരിച്വൽ കോഷ്യൻ്റ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി വലിയ ട്രെയിനിങ്സ് നടത്തുകയാണ്. കാരണം സ്പിരിച്വൽ കോഷ്യൻ്റിലാണ് നമ്മുടെ വിൽ പവർ ഇരിക്കുന്നത്, നമ്മുടെ മെമ്മറി ഇരിക്കുന്നത്, നമ്മുടെ ഇൻ്റലിജൻസ് ഒക്കെ ഇരിക്കുന്നത് ഈ സ്പിരിച്വൽ കോഷ്യൻ്റിലാണ്. അപ്പോൾ ഈ സ്പിരിച്വൽ മാൻ എംപവർ ചെയ്ത് കഴിഞ്ഞാൽ പീപ്പിൾ ബിക്കം വെരി പവർഫുൾ ആൻഡ് വെരി ഇഫക്റ്റീവ് ആൾക്കാരായി മാറുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ വെറുതെ ഇങ്ങനെ പഠിച്ച് മാർക്ക് മേടിക്കുക സക്സസ്സിന് വേണ്ടി പഠിക്കരുത്. അപ്പം നമ്മുടെ പഠനം നമ്മളെ വിശുദ്ധീകരിക്കണം. അതിനെന്താണ്? നമ്മുടെ സഹജീവികളോടുള്ള ഉത്തരവാദിത്തങ്ങൾ, വീട്ടിനോടുള്ള ഉത്തരവാദിത്തങ്ങൾ, സഭയോടുള്ള ദൈവത്തോടുള്ള ഉത്തരവാദിത്തം, ഇതെല്ലാം കണക്ട് ചെയ്ത് പോകണം. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ദൈവം ആഗ്രഹിക്കുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ വളർന്ന് ചെയ്ത് വരുമ്പോൾ ചിലപ്പോൾ ഇത്തിരി മാർക്കൊക്കെ ചിലപ്പോൾ കുറഞ്ഞു പോകാം. ഡോണ്ട് വറി, യു ആർ നോട്ട് കോൾഡ് ടു ബിക്കം ദ നമ്പർ 1 ഫസ്റ്റ് റാങ്ക് മേടിക്കലല്ല നമ്മുടെ ജീവിത ലക്ഷ്യം. നമ്മുടെ ജീവിത ലക്ഷ്യം നമ്മൾ ഓരോ ക്ലാസ് കഴിയുന്നവർ വളർന്ന് വരുന്നതനുസരിച്ച് ഞാൻ ദൈവീകനായി മാറണം. ഇതാണ് ദൈവത്തിൻ്റെ വിളി എന്ന് പറയുന്നത്.
ഇതിന് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ നമുക്കറിയാം. പഴയ നിയമത്തിലെ ജോസഫ്, ദാനിയേലിനെയൊക്കെ നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. നിങ്ങളൊക്കെ യുവജനങ്ങളാണ്. കാരണം ജോസഫിനെ നമ്മൾ കാണുന്നു. ജോസഫ് ഈജിപ്തിൽ അടിമയായി വിൽക്കപ്പെട്ട ഒരു മകൻ. സഹോദരങ്ങൾ പൊട്ടക്കിണറ്റിലിട്ട് അവനെ അവിടെ ഈജിപ്തിലേക്ക് വിട്ടു. അവിടെ അവൻ പൊത്തിഫറിന്റെ വീട്ടിലൊരു മാനേജറായിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് കിടക്കുന്ന ഒരു മനുഷ്യനാണ്. അതിനുശേഷം പൊത്തിഫറിന്റെ ഭാര്യയ്ക്ക് ഇവനോട് ഇവന്റെ എഫിഷ്യൻസി, ഇവന്റെ സ്മാർട്ട്നെസ് കണ്ട് അയാളുടെ ഭാര്യയ്ക്ക് ഇവനോട് താല്പര്യം തോന്നി. അയാൾ ഇവനെ പരിഗ്രഹിക്കാനായിട്ട് വരികയാണ്. അപ്പം ജോസഫ് പറയാം, നോ, ഇത് എന്നെ ഏൽപ്പിച്ചിട്ടില്ല, നിന്നെ എന്നെ ഏൽപ്പിച്ചിട്ടില്ല, ഈ ഭവനം മാത്രമേ എന്നെ ഏൽപ്പിച്ചുള്ളൂ. അങ്ങനെ അവനാണ് തള്ളിക്കളയാണ്. അപ്പോൾ അവൾക്ക് ദേഷ്യം തോന്നി. അവൾ എൻ്റെ മേല് പീഡനം ആരോപിച്ച് അങ്ങനെ ജോസഫിനെ ജയിലിൽ കൊണ്ടുപോയിടാണ്. അപ്പോൾ ഈ ജയിലിൽ ജോസഫ് വലിയ കഷ്ടപ്പാടൊക്കെ അനുഭവിക്കുകയാണ്. ജയിലിൽ ചങ്ങലൊക്കെ കിടന്ന് ജയിലിൽ കിടക്കുകയാണ്. ഇങ്ങനെ കിടന്ന് കുറേ നാൾ കഴിഞ്ഞ് നമ്മൾ കാണുന്നുണ്ട് ജോസഫ് എന്തായി വളർന്നൊരു 10-18 ഈജിപ്തിൽ പുറപ്പെട്ട് പൊട്ടക്കിണറ്റിൽ കയറി ഒരു 10-18 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും ഹി ബിക്കം ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഈജിപ്റ്റ്. എന്താ കാരണം? ജോസഫിൻ്റെ ഈ നാളുകൾ ഉണ്ടായിരുന്ന എല്ലാ പ്രവൃത്തികളും ജോസഫിനെ വിശുദ്ധീകരിക്കുന്നത്. ജോസഫ് പൊത്തിഫറിന്റെ വീട്ടിലായിരുന്നപ്പോഴും ജോസഫ് പൊട്ടക്കിണറ്റിൽ വിട്ടു കഴിഞ്ഞപ്പോഴൊക്കെ ജോസഫ് എല്ലാം ദൈവത്തിൻ്റെ ഹിതപ്രകാരം ചെയ്ത്. ജോസഫിനെ പൊട്ടക്കിണറ്റിലിട്ട ജോസഫിന് സഹോദരങ്ങളാണ്. അവരോട് ജോസഫിന് ദേഷ്യമില്ല, അവരോട് വെറുപ്പില്ല, വിരോധമില്ല. അവർ നശിച്ചു പോകുന്നത് പ്രാർത്ഥിച്ചില്ല. അവരുടെ രക്ഷയ്ക്ക് വേണ്ടി ജോസഫ് പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെ പൊട്ടക്കിണറ്റിലിട്ട വീഴ്ച ജോസഫിനെ വിശുദ്ധീകരിച്ചു. അതിനുശേഷം പൊത്തിഫറിന്റെ വീട്ടിലെത്തുന്നു. അവിടെ എത്തി അവനിങ്ങനെ ദൈവീകനായി വളർന്നുകൊണ്ടിരിക്കുക. അപ്പം ഈ അവനിലുള്ള ദൈവീകത ആ പൊത്തിഫർ കാണുകയാണ്. He was someone different from other Egyptians. അതുകൊണ്ട് തന്നെ അവൻ മോർ ഇൻ്റലിജൻ്റ് ആയിരുന്നു, മോർ വൈസ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവൻ ദൈവികനായി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവൻ്റെ പേഴ്സണാലിറ്റി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഇതിനോട് അട്രാക്റ്റഡ് ആയിട്ടാണ് പൊത്തിഫറിൻ്റെ ഭാര്യ അവൻ എടുക്കുന്നത്. പക്ഷേ ഹി വാസ് വെരി ഇൻ്റലിജൻറ്റ് ആൻഡ് ഹി വാസ് വെരി ക്ലിയർ. ഇത് നിഷിദ്ധമാണ്, ഇതെന്നെ അശുദ്ധിയിലേക്ക് നയിക്കുന്നതാണ്. അപ്പോൾ അത് ദൈവം ആഗ്രഹിക്കുന്ന പ്രവൃത്തിയല്ല. അതുകൊണ്ട് അവൻ അവിടെ തടഞ്ഞു. അതിൻ്റെ ഫലം എന്താ? അവനെ ശിക്ഷയിലേക്ക് വിടുകയാണ്. അവൻ വീണ്ടും ജയിലിലേക്ക് എത്തണം. അവിടെ വലിയ കഷ്ടപ്പാടിലൂടെ കടന്നുപോയി. ഇങ്ങനെ കഷ്ടപ്പാടിൽ കടന്നതെല്ലാം അവനെ വിശുദ്ധീകരിച്ചുകൊണ്ട് അവനെല്ലാം ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിച്ച് അവൻ വിശുദ്ധീകരിക്കുക. അതിൻ്റെ ഫലം എന്താ? 34 വയസ്സായപ്പോഴത്തെ ഹി ബിക്കം ദ മോസ്റ്റ് ഇന്റലിജന്റ്, വൈസസ്റ്റ്, എഫിഷ്യന്റ് പേഴ്സൺ ഇൻ ഈജിപ്റ്റ്. കാരണം അവൻ ദൈവികനായി മാറി. അന്ന് ഫറവോയുടെ ഈജിപ്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കത്തക്കുള്ള ജ്ഞാനവും ബുദ്ധിയും അറിവും ഉള്ളവനായി ജോസഫ് മാറി. ആൻഡ് ഹി വാസ് അപ്പോയിന്റഡ് ആസ് ദി പ്രൈം മിനിസ്റ്റർ ഓഫ് ഈജിപ്റ്റ്. ഇതേപോലെ തന്നെ നമ്മൾ കാണുന്നുണ്ട് ദാനിയേൽ ഇതേപോലെ അടിമയായിട്ട് വിൽക്കപ്പെട്ട മനുഷ്യനാണ്. ഈ ദാനിയേൽ അവിടെ എത്തി കഴിഞ്ഞപ്പോഴത്തേക്കും നബൂഖദ്നേസർ രാജാവ് പറയുന്നുണ്ട്, നമുക്ക് ഈ നമ്മുടെ രാജ്യസേവയ്ക്ക് വേണ്ടി ഇസ്രായേൽ പയ്യന്മാരെല്ലാം മിടുക്കന്മാരാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിന്ന് കുറച്ച് പേരെ എടുത്ത് നമ്മുടെ രാജ്യസേവനത്തിൽ ട്രെയിൻ ചെയ്യിക്കാം. അങ്ങനെ ട്രെയിൻ ചെയ്യാൻ കൊണ്ടുവന്നപ്പം രാജാവ് കുടിക്കുന്ന പാനീയങ്ങളും രാജാവിൻ്റെ ഭക്ഷണങ്ങളൊക്കെ ഇവർക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ദാനിയേൽ കൂട്ടുകാർ 4 ചെറുപ്പക്കാർ പറയുന്നത് ഷദ്രാഖ്, മെഷാഖ്, അബീദ്നെഗോ ആൻഡ് ബെൽത്ശാസർ. അപ്പോൾ ഇവർ പറയുകയാണ്, ഞങ്ങൾ രാജകീയ പാനീയങ്ങളൊന്നും ഞങ്ങൾക്ക് വേണ്ട. കാരണം എന്തെന്ന് ഞങ്ങൾക്ക് നിഷിദ്ധമാണ്. ഇത് ഞങ്ങൾ അശുദ്ധമാക്കുന്ന പാനീയങ്ങളാണ്, ഭക്ഷണങ്ങളാണ്. അപ്പോൾ അവർ വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ ആ ട്രെയിനർ വന്നിട്ട് പറയാണ്, ഇങ്ങനെ നിങ്ങൾ ഈ ഇത് കഴിക്കാണ്ടിരുന്നാൽ നിങ്ങൾ ക്ഷീണിച്ചു പോകും. അവസാനം രാജാവ് എന്നെ ക്വസ്റ്റ്യൻ ചെയ്യും, നിങ്ങൾക്ക് എന്തെങ്കിലും ആയിപ്പോയെന്ന് ചോദിച്ചിട്ട് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവർ പറഞ്ഞു, സാറില്ല, സാർ ഒരു 10 ദിവസത്തേക്ക് ഇത് ഞങ്ങളെ നോക്ക്, ഇത് കഴിക്കാണ്ടിരിക്കും, വല്ല കുഴപ്പമുണ്ടോ നോക്ക്, കുഴപ്പമുണ്ടെങ്കിൽ നമുക്ക് കഴിക്കാം. അങ്ങനെ അവർ 10 ദിവസത്തേക്ക് കുറച്ച് നാളത്തേക്ക് ഇത് കഴിക്കാണ്ടിരിക്കാം. അങ്ങനെ കഴിക്കാണ്ടിരുന്നിട്ട് എന്താ? അപ്പോൾ അവർ ഈ പറഞ്ഞ സക്സസ് ആകാൻ വേണ്ടിയിട്ടല്ല, ലോകത്തിൻ്റെ കാഴ്ചപ്പാടിലാകാൻ വേണ്ടി വളർന്നവരല്ല. അങ്ങനെ ദാനിയേലും സംഘവും ആ രാജകീയ പാനീയങ്ങളും രാജ്യത്തിൻ്റെ ഭക്ഷണവും രാജകീയ ലോകത്തിൻ്റെ സിസ്റ്റത്തിൽ നിന്ന് മാറി അവർ ദൈവികമായ ഹിതപ്രകാരം അവരുടെ ജീവിതം ക്രമപ്പെടുത്തുകയാണ്. അങ്ങനെ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ആ യുവാക്കന്മാർ വളർന്നു വന്നപ്പോൾ എന്ത് പറ്റിയും ഇങ്ങനെ പറയാം, അവർക്ക് ഈ ട്രെയിനിങ് കഴിഞ്ഞ് വന്നപ്പം വചനം പറയാം, ദാനിയേൽ 1:20 വിജ്ഞാനത്തെയും അറിവിനെയും സംബന്ധിച്ച് രാജാവ് ചോദിച്ച ഏത് കാര്യത്തിലും അവർ രാജ്യത്തെ ഏത് മാന്ത്രികനെയും ആഭിചാരകനെയും 10 ഇരട്ടി മെച്ചപ്പെട്ടവരായി കാണപ്പെട്ടു. അപ്പോൾ ഇങ്ങനെ അവരുടെ ഭക്ഷണവും അവരുടെ പാനീയവും അവരുടെ പെരുമാറ്റം അവരുടെ എൻ്റർടൈൻമെൻറ്റും അവരുടെ ജീവിതങ്ങളെല്ലാം അവർ ദൈവഹിതപ്രകാരം അത് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് എന്താ പറ്റിയത്? അതവരെ വിശുദ്ധീകരിച്ചു. അപ്പോൾ ആ ട്രെയിനിങ് കഴിഞ്ഞ് വന്നപ്പോൾ ആ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരെക്കാളും 10 times വൈസർ ആൻഡ് ഇൻ്റലിജൻറ്റ് പീപ്പിൾ ആവേ. മക്കളെ, ഇതാണ് ദൈവീകത എന്ന് പറയുന്നത്. നമ്മൾ ഇത്തരത്തിലായി മാറണം. പിന്നീട് നമ്മൾ കാണുന്നുണ്ട് ആ ദാനിയേൽ ബാബിലോണിൻ്റെ പ്രധാനമന്ത്രിയായിട്ട് മാറുകയാണ്. കാരണം എന്താ? അവൻ്റെ ജീവിതത്തിലെ എല്ലാ പ്രവൃത്തികളും അവൻ ദൈവഹിതപ്രകാരം ചെയ്തു. അവർ സക്സസ്സിന് വേണ്ടി ജീവിച്ച മക്കളല്ല. ഈ ജോസഫും ദാനിയേലൊന്നും സക്സസ്ഫുൾ ആകാൻ വേണ്ടിയില്ല. പക്ഷേ അവർ ദേ ബിക്കേം സക്സസ്ഫുൾ. കാരണം വെച്ചാൽ
they became divine. അവർ ദൈവീകരാണ്. ദൈവത്തിൻ്റെ, സ്വർഗത്തിൻ്റെ ജ്ഞാനം, സ്വർഗത്തിൻ്റെ ബുദ്ധി, സ്വർഗത്തിൻ്റെ ശക്തി, സ്വർഗത്തിൻ്റെ ധൈര്യം, ഇതെല്ലാം ഉണ്ടായിരിക്കുക. ഇതാണ് ഒരു പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. ക്രിസ്തുവിൻ്റെ പേഴ്സണാലിറ്റിയിലേക്ക് അവർ വളർന്നു വന്നവർ. പഴയ നിയമത്തിലെ ക്രിസ്തുവിൻ്റെ പേഴ്സണാലിറ്റിക്ക് വളർന്ന വ്യക്തികളാണ് ദാനിയേലും ജോസഫൊക്കെ. എന്തുകൊണ്ടത്? അവരവരുടെ ജീവിതം ദൈവത്തിൻ്റെ ഹിതപ്രകാരം അവർ കാര്യങ്ങൾ ചെയ്തു. അവരുടെ ട്രെയിനിങ് ആയാലും അവരുടെ പഠനങ്ങളായാലും എല്ലാ കാര്യങ്ങളും ദൈവഹിതപ്രകാരം ചെയ്തപ്പം അതവരെ വിശുദ്ധീകരിച്ചു. അതുകൊണ്ട് എന്ത് പറ്റി? അവർ ദൈവീകരായി മാറണം. ദാനിയേലിനെ കുറിച്ചൊക്കെ പറയാം, ദേവന്മാരുടെ ആത്മാവുള്ളവെന്നാണ് ബാബിലോൺകാർ അവരെ വിളിച്ചിരുന്നത്. ജോസഫിനെ കുറിച്ച് അങ്ങനെ ദേവന്മാരുടെ ആത്മാവുള്ള. കാരണം ഈ പരിശുദ്ധാത്മാവ് നിറഞ്ഞ വ്യക്തികളെ നമ്മൾ മാറണം പ്രിയമുള്ളവരെ. ഇതാണ് വിശുദ്ധി എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ജീവിത ലക്ഷ്യം, ദാനിയേലിനും ജോസഫിൻ്റെ ജീവിത ലക്ഷ്യം സക്സസ് ആയിരുന്നില്ല. അവരുടെ ജീവിത ലക്ഷ്യം വിശുദ്ധിയായിരുന്നു. എല്ലാം ദൈവത്തെ ഹിതപ്രകാരം ദൈവത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടി അവർ ചെയ്തു. അതുകൊണ്ട് എന്ത് പറ്റി? അവർ ഓട്ടോമാറ്റിക്കായിട്ട് സക്സസ് ആയി. അത് വന്നോളും. അപ്പോൾ അത് ഓട്ടോമാറ്റിക്. പക്ഷേ നമ്മുടെ ജീവിത ലക്ഷ്യം സക്സസ് ആകുക എന്നുള്ളതല്ല. ഇത് നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം. ഇത് തന്നെയാണ് നമ്മൾ മദർ തെരേസയിലേക്ക് കാണുന്നത്. ഇതാണ് നമ്മുടെ എല്ലാ വിശുദ്ധാത്മാക്കളും. നമ്മൾ ഈ ലോകത്തിലെ ഏത് സക്സസ്ഫുൾ ആൾക്കാരെക്കാളും ഏത് ബിസിനസ്സുകാരെക്കാളും സക്സസ്ഫുൾ ആയിട്ടുള്ളവരാണ് ഈ കാത്തോലിക്ക സഭയിലെ വിശുദ്ധാത്മാക്കൾ എന്ന് പറയുന്നത്. യു ടേക്ക് ഇറ്റ് എനിബഡി. അവരെല്ലാം ചെയ്തിരിക്കുന്ന പ്രവർത്തികൾ, അവരുടെ ഫ്രൂട്ട്ഫുൾനെസ്, കാരണം അവരുടെ ജീവിതം സക്സസ്സിന് വേണ്ടി അവർ ഫ്രൂട്ട്ഫുള്ളായി മാറുകയാണ്. ഈ ഫ്രൂട്ട്ഫുൾനെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളോട് ദൈവം പറയുന്നത് നമ്മൾ ഫ്രൂട്ട്ഫുൾ ആകാനായിട്ട് ഈശോ നമ്മളെ വിളിച്ചു. യോഹന്നാൻ സുവിശേഷം 15:16 നമ്മൾ പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തതല്ല, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തു. നമ്മൾ ഓരോരുത്തരെ ഈശോ വിളിക്കുകയാണ്. എന്തിനാണ്? ടു ബിക്കം ഫ്രൂട്ട്ഫുൾ. എന്തിനാണ് ഞാൻ നിങ്ങളെ എന്തിനാണ്? നിങ്ങൾ എന്നേക്ക് നിലനിൽക്കുന്ന ഫലം പുറപ്പെടുവിക്കാൻ വേണ്ടി നിങ്ങളെ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു. നമ്മുടെ വിളി അതാണ്. നമ്മൾ ഫ്രൂട്ട്ഫുൾ ആകണം. ഫ്രൂട്ട്ഫുൾ എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിന് നമ്മൾ ഒരു അനുഗ്രഹമായി നമ്മൾ മാറണം. അതെങ്ങനെയാണ് മാറുക? നമ്മൾ വിശുദ്ധരായി മാറുന്നതനുസരിച്ച് മക്കളെ നമ്മൾ ഈ ലോകത്തിനൊരു ബ്ലെസ്സിങ് ആയിട്ട് മാറുന്നത്. ഈ ലോകത്തിൻ്റെ ഉപ്പായി മാറണം, ലോകത്തിൻ്റെ വെളിച്ചമായി മാറണം. നമ്മൾ കാണും നമ്മുടെ കേരളത്തിലെ, കൊച്ചു കേരളത്തിലെ അൽഫോൻസാമ്മ, നമ്മൾ ഒരു സാധാരണ പെൺകുട്ടിയാണ്. ഷീ വാസ് സോ ഫ്രൂട്ട്ഫുൾ. എങ്ങനെയാണ്? ജീവിതം ദൈവഹിതപ്രകാരം ജീവിതം നയിക്കുകയാണ്. വലിയ കാര്യങ്ങളൊന്നും നേടിയില്ല. മദർ തെരേസ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ലോകത്തിൽ കുറേ കാര്യങ്ങൾ, പക്ഷേ ഈ അൽഫോൻസാമ അല്ലെങ്കിൽ അമ്മ ത്രേസ്യ ഇവരാരും വലിയ കാര്യങ്ങളൊന്നും ചെയ്തിട്ടൊന്നുമില്ല. പക്ഷേ ഇവർ ജീവിതം കഴിഞ്ഞപ്പോൾ എന്തായി? ഇവരായിരിക്കുന്ന സമൂഹം, ഇവരായിരിക്കുന്ന സഭ, ഇതെല്ലാം വലിയ ഫ്രൂട്ട്ഫുൾനെസ്സിലേക്ക്, ഇവരുടെ ജീവിതം ഒരു വലിയ ബ്ലെസ്സിങ് ആയിട്ട് മാറുകയാണ്. ഇതാണ് ഫ്രൂട്ട്ഫുൾനെസ് എന്ന് പറയുന്നത്. അപ്പം നമ്മുടെയൊക്കെ ജീവിതം വിശുദ്ധീകരിക്കപ്പെടണം. നമ്മൾ മരിച്ചു പോയി കഴിഞ്ഞാലും നമ്മളുടെ ജീവിതം വഴി നമ്മളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന വ്യക്തികൾ, സംരംഭങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെടും. ഇതാണ് ഫ്രൂട്ട്ഫുൾനെസ്സിൻ്റെ യൂസ് എന്ന് പറയുന്നത്. സോ ഗോഡ് വാണ്ട്സ് us to be fruitful. അപ്പം അതിൻ്റെ എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമുക്കറിയാം, നമ്മൾ ആത്മവിശുദ്ധീകരണം നടത്തി കഴിയുമ്പോൾ, നമ്മൾ ദൈവം ആഗ്രഹിക്കുന്ന നമ്മുടെ കാര്യങ്ങൾ ചെയ്തു വരുമ്പോൾ നമ്മുടെ ആത്മാവ് വിശുദ്ധീകരിക്കണം. അത് നമ്മുടെ ശരീരത്തെ വിശുദ്ധീകരിക്കും, മനസ്സിനെ വിശുദ്ധീകരിക്കും. അത് ബുദ്ധിയെ പ്രകാശിപ്പിക്കും. അത് നമ്മുടെ ശരീരത്തെ വിശുദ്ധീകരിക്കും. അത് നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കളെ വിശുദ്ധീകരിക്കും. ഇന്നും അൽഫോൻസാമ മരിച്ചതിന് ശേഷം അൽഫോൻസാമയുടെ കബറിടത്തിൽ പോയി പ്രാർത്ഥിക്കുമ്പോൾ ആ ഗ്രേസ്, ആ വിശുദ്ധി, അതാണ് തിരുശേഷിപ്പുകൾ എന്നൊക്കെ പറയാം. അവരുപയോഗിച്ച വസ്തുക്കൾ, വസ്ത്രങ്ങൾ, അവരുപയോഗിച്ച അവരെ കല്ലറകൾ, ഇതെല്ലാം തിരുശേഷിപ്പുകളായിട്ട് പറയും. ഇതിലൂടെ എല്ലാം ഈ ഗ്രേസ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഹോളിനെസ് വിൽ സ്പ്രെഡ് ഔട്ട് ഇൻ ദിസ് വേൾഡ്. അപ്പോൾ അതുകൊണ്ട് അവർ മരണത്തോടെ അവരെ തീരുന്നില്ല, അവരുടെ ജീവിതത്തിലൂടെ വീണ്ടും വീണ്ടും അനുഗ്രഹിക്കപ്പെടും. ഇതാണ് നമ്മളിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നത്. ദാറ്റ് ഈസ് വൈ ഗോഡ് വാണ്ട്സ് us to be holy. അപ്പോൾ വിശുദ്ധിയാണ് നമ്മുടെ ജീവിത ലക്ഷ്യം, നോട്ട് സക്സസ്. അങ്ങനെ വിശുദ്ധിയിൽ നമ്മൾ വന്നു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ജീവിതം സക്സസ്ഫുൾ ആയിക്കോളും. അപ്പോൾ ഇതാണ് നമ്മുടെ വിളി. പക്ഷേ ഇതാകണമെങ്കിൽ എന്ത് വേണം? ലോകത്തിൻ്റെ കാഴ്ചപ്പാടിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ ജീവിക്കേണ്ടി വരും. കാരണം ലോകം നമ്മളോട് നിൻ്റെ ജീവിതം എന്തൊക്കെയോ നേടുന്നത് വഴി, നീ സമ്പാദിക്കുന്നത് വഴിയാണ് നിൻ്റെ ജീവിതം ധന്യമാകുന്നത്. പക്ഷേ ഈശോ നമുക്ക് കാണിച്ചു തന്നു, നമ്മുടെ ജീവിതം എന്തെങ്കിലും നേടുന്നത് വഴിയല്ല ധന്യമാകുന്നത്, നമുക്കുള്ളത് നമ്മൾ നഷ്ടപ്പെടുത്തുന്നത് വഴിയാണ് നമ്മൾ ധന്യമാകുന്നത്. അതുകൊണ്ട് ലോകത്തിൻ്റെ പ്രിൻസിപ്പിളാണ് നേട്ടം വഴി നിങ്ങൾ സക്സസ്ഫുൾ ആകുക. പക്ഷേ ദൈവരാജ്യത്തിൻ്റെ പ്രിൻസിപ്പിൾ നമ്മൾ സക്സസ്ഫുൾ ആകില്ല, ഫ്രൂട്ട്ഫുൾ ആകുക. എങ്ങനെയാണ് ഫ്രൂട്ട്ഫുൾ ആകുന്നത്? നമ്മൾ നഷ്ടപ്പെടുത്തുവാനും ത്യജിക്കുവാനും തോൽക്കുവാനും മരിക്കുവാനും തയ്യാറാവണം. ഈശോ നമുക്ക് കാണിച്ചത്, യേശുവിനെ കുരിശിലെ ബലി ലോകത്തിലെ ഏറ്റവും വലിയൊരു പരാജയമായിരുന്നു. അവനെല്ലാം തന്നെ നൽകി, എല്ലാം നഷ്ടപ്പെടുത്തി. അവൻ തോൽക്കുകയായിരുന്നു. യഹൂദ ജനത്തിന് മുമ്പിൽ തോറ്റു. അവന് എല്ലാവരുടെ മുമ്പിൽ അവൻ മരിക്കാൻ തയ്യാറായി, തന്നെ നൽകാൻ തയ്യാർ, മരിക്കാൻ തയ്യാർ. പക്ഷെ അതിൻ്റെ അർത്ഥം എന്താ? അതിൻ്റെ ഫലം എന്താണ്? ഹി വാസ് സോ ഫ്രൂട്ട്ഫുൾ. അവനെ ദൈവം ഉയർത്തി, അത്യധികമായിട്ട് ഉയർത്തി. ഇന്ന് ലോകത്തിലെല്ലാ നാമങ്ങൾക്കുപരിയായ നാമം നൽകുകയാണ്. പക്ഷേ ലോകത്തിൻ്റെ കാഴ്ചപ്പാടിൽ യേശുവിൻ്റെ കുരിശിൻ്റെ മരണം ഒരു ഫെയിലിയറായിരുന്നു.
പക്ഷെ നമുക്കറിയാം ദാറ്റ് വാസ് ദ മോസ്റ്റ് സക്സസ്ഫുൾ മാൻ എവർ ലിവ്ഡ് ഇൻ ദിസ് പ്ലാനറ്റ്. പക്ഷെ അതിൻ്റെ പ്രിൻസിപ്പിൾസ് വ്യത്യാസമാണ്. തോൽക്കുവാനും ത്യജിക്കുവാനും നഷ്ടപ്പെടുത്തുവാനും മരിക്കുവാനും തയ്യാറാവണം. അപ്പോൾ നമ്മുടെ ജീവിതം അനുഗ്രഹപൂർണ്ണമായിട്ടും മാറും. ഇതാണ് നമ്മുടെ വിളി. ഇതാണ് ഈ ജോസഫും ദാനിയേലും പരിശുദ്ധ അമ്മയും അപ്പസ്തോലന്മാരും വിശുദ്ധന്മാരെല്ലാം നമ്മളെ കാണിച്ചത്. അവരാരും ഈ ലോകത്തിൽ എന്തെല്ലാം നേടാൻ വേണ്ടി ഓടിയവരല്ല, അവരെല്ലാം ഈ ലോകത്തിന് നൽകാൻ വേണ്ടി ഓടിയവരാണ്. അതുകൊണ്ട് ഈശോ പറഞ്ഞു, ഗോതമ്പ് മണി നിലത്ത് വീണ് അഴുകുന്നില്ലെങ്കിൽ അത് ഫലം പുറപ്പെടുവിക്കില്ല. നമ്മളിങ്ങനെ നമുക്ക് വേണ്ടി എന്തോ നേടാൻ വേണ്ടി ഓടിക്കൊണ്ടിരിക്കുക. നമുക്ക് വേണ്ടി ജീവിക്കരുത് മക്കളെ. നമ്മൾ ഈ ലോകത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്നതല്ല ഈ ലോകത്തിന് നൽകപ്പെടാൻ വേണ്ടി ജീവിക്കണം. അങ്ങനെ നമ്മൾ ലോകത്തിലൊരു നഷ്ടമായി ഗോതമ്പ് മണി നിലത്തഴുകി വീഴും. അഴിഞ്ഞു തീരുമ്പോഴാണ് നമ്മുടെ ജീവിതം അനുഗ്രഹമായി മാറുക. അത് തലമുറകൾ വരെ അനുഗ്രഹമായിട്ടിരിക്കും. ഇന്നും അൽഫോൻസാമയുടെ കബറിടം, മദർ തെരേസ കബറിടം, ഇവിടെ എല്ലാം അവരുടെ ജീവിതം, അവർ ഉപയോഗിച്ച വസ്തുക്കളെല്ലാം ഒരു ബ്ലെസ്സിങ് ആയിട്ട് നമുക്ക് വരികയാണ്. അവരുടെ കോൺഗ്രിഗേഷൻ ബ്ലെസ്സിങ് ആയിട്ട് വരികയാണ്. ഇതേപോലെ നമ്മൾ ഫ്രൂട്ട്ഫുൾ ആകണം. എന്നേക്കും നിലനിൽക്കുന്ന ഫ്രൂട്ട്, ജനറേഷൻസ് നിലനിൽക്കുന്ന ഫ്രൂട്ട് നമ്മളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കും. ഇതാണ് നമ്മൾ എപ്പോഴാണ് വെൻ വി ബിക്കം ഹോളി. സോ ഹോളിനെസ് എങ്ങനെ ഹോളി ആകുക? യു ഷുഡ് ബി ഫെയ്ത്ത്ഫുൾ ടു വാട്ട് ഗോഡ് ഹസ് എൻട്രസ്റ്റഡ് അപ്പോൺ യു. മരണം വരെ വിശ്വസ്തനായിരിക്കുക, നിനക്ക് നിത്യജീവന്റെ കിരീടം കിട്ടും. നമ്മളോട് പറഞ്ഞു വെളിപാട് 2:10 മരണം വരെ നീ വിശ്വസ്തനായി. വിശ്വസ്തതയാണ് ദൈവം നമ്മളെ എൻട്രസ്റ്റ് ചെയ്ത കാര്യങ്ങൾ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ, വിദ്യാഭ്യാസമാകാം, പഠനമാകാം, കുടുംബജീവിതം, ഇതെല്ലാം ദൈവഹിതപ്രകാരം നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതം ഫ്രൂട്ട്ഫുൾ ആകും. അല്ലെങ്കിൽ നമ്മുടെ ജീവിതം വിശുദ്ധീകരിക്കപ്പെടും. ആ വിശുദ്ധീകരിക്കപ്പെട്ട ജീവിതങ്ങൾ നമ്മളുമായിട്ട് ബന്ധപ്പെട്ടിരുന്ന വ്യക്തികൾക്കെല്ലാം ഒരു അനുഗ്രഹമായിട്ട് മാറും. ഇതാണ് ക്രൈസ്തവ വിളി. ഓക്കെ, സോ ബി ദ സെയിൻസ്, ബി ദ ജോസഫ്സ് ആൻഡ് ഡാനിയൽസ് ആൻഡ് സാമുവൽസ് ആൻഡ് ഡേവിഡ്സ് ഓഫ് ദിസ് ജനറേഷൻ. അതാണ് നമ്മുടെ വിളി. നിങ്ങൾ ഈ ലോകത്തിലൊരു ബ്ലെസ്സിങ് ആയി മാറും. പക്ഷെ അതിനുള്ള വഴിയാണ് ബി ഫെയ്ത്ത്ഫുൾ ടു ഗോഡ്. നിങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും ദൈവഹിതപ്രകാരം ചെയ്യുമ്പോൾ അത് നിങ്ങളെ വിശുദ്ധീകരിക്കും. അങ്ങനെ നിങ്ങൾ വിശുദ്ധീകരിക്കപ്പെടുന്നതിന് നിങ്ങൾ ദൈവികരാകുന്ന വഴി നിങ്ങൾ ഈ ലോകത്തിൻ്റെ വെളിച്ചമായി, ലോകത്തിൻ്റെ ഉപ്പായി നിങ്ങൾ മാറും. ഈ ലോകത്തിലെ എല്ലാത്തിനും ഒരു ബ്ലെസ്സിങ് ആയി നമ്മൾ മാറ്റപ്പെടണം. ഇതാണ് നമ്മുടെ വിളി. ഓക്കെ, സോ വൺസ് അഗൈൻ ഐ ടെൽ, God doesn't want you to be successful. God wants you to be faithful and fruitful. God bless you. Amen.